ഹായ് ഓൾ, ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിടുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെയാണ്? ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC ഈ മാസം 30-ാം തീയതി പുറത്തുവിടും എന്നുള്ള കാര്യം PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മളിത് പറയുന്നുണ്ടായിരുന്നു അല്ലെ, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. നമ്മൾ നമ്മുടെ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അതിലെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും PSC കൂടിയ ഒരു തീരുമാനത്തിൽ അല്ലെ PSC യോഗത്തിൽ ഒരു 56 തസ്തികകളിലേക്കാണ് പുതിയ വിജ്ഞാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഇവിടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ PSC നേരത്തെ ഉള്ള പോലെ ഒരു എക്സാം നടത്തുന്നു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു, 3 വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വർഷം കൂടെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു, നോട്ടിഫിക്കേഷൻ വന്നിട്ട് വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് എക്സാം നടത്തുന്നു എന്ന് പറയുന്ന പോലുള്ള സംഗതികളെല്ലാം PSC മാറ്റിയിട്ടുണ്ട്. PSC അടിമുടി മാറിയിട്ടുണ്ട്. എന്താണ് PSC ചെയ്യുന്നത്? നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉള്ളപ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ അവർ പുറത്തുവിടുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു 1.5 വർഷമോ 2 വർഷമോ ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ ആ ഒരു എക്സാമിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം അവർ കണ്ടക്ട് ചെയ്യാനുള്ള തീരുമാനങ്ങളെല്ലാം അവർ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് സ്പീഡാക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ സമയത്തേക്കിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് സമയത്തേക്കിന് നമുക്ക് ഈ ഒരു എക്സാം വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ആർക്കൊക്കെ ഇത് പറ്റുമായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യമേ പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് റെക്കഗ്നൈസ്ഡ് ബൈ എനി യൂണിവേഴ്സിറ്റി. അതായത് ഫിസിക്സ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും സയൻസ് അല്ലെങ്കിൽ BSc കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് BTech ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ, BTech ഇലക്ട്രോണിക്സോ മെക്കാനിക്കലോ കമ്പ്യൂട്ടർ സയൻസോ എന്ത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല, BTechകാർക്കെല്ലാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിപ്ലോമക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഒരു 3 years ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് ഓർ ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ്. ഇതിൽ ഒരു 3 year എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് ഈ എക്സ്പീരിയൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ മെട്രോളജി ഷാൽ ബി കൺസിഡർ ഇക്വലന്റ് ടു പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള എക്സ്പീരിയൻസ് എന്താണ്? ഇതൊരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഡിപ്ലോമക്കാർക്ക് ഒരു 3 year എക്സ്പീരിയൻസ് കൂടെ വേണമെന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സയൻസ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നവർക്കെല്ലാം പറ്റും, അതുപോലെ BTechകാർക്ക് എല്ലാവർക്കും പറ്റും, ഡിപ്ലോമക്കാർക്ക് എല്ലാവർക്കും പറ്റും എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതെന്ന് ഓർക്കുക. വളരെ നല്ല ഒരു എല്ലാവരും കാത്തിരിക്കുന്ന, എല്ലാവരും ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റാണ്, പ്രിപ്പയർ ചെയ്യുന്നൊരു പോസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ അതിന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കിന് തന്നെ നിങ്ങൾ അലേർട്ടായിരിക്കുക, അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. റാങ്ക് ലിസ്റ്റ് എവിടെ വരെ ആയിട്ടുണ്ട്, അല്ലെ ഏത് സമയത്തേക്ക് എനിക്ക് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 4-ാം മാസം 2024 അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 വർഷം ഒക്കെ നമുക്ക് സമയമാകുന്നതേ ഉള്ളൂ. ഇതൊരു 2027 ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല എന്നാൽ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടായിരിക്കും ഇനി എക്സാം വരുന്നതെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. അതിന് മുന്നേ തന്നെ എന്ത് വരുമായിരിക്കും? എക്സാം വരുമായിരിക്കും. ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന സമയത്ത് പുതിയൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ കാണും. അപ്പോൾ ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ പണ്ടത്തെ പോലെ 3 വർഷം കഴിഞ്ഞിട്ട് ഇനി എക്സാം വരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ PSC എക്സാംസ് റീസെൻ്റ് ആയിട്ട് നടത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 2027 വരെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എന്താണ് അടുത്ത വർഷം ഈ ഒരു എക്സാം ഒക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. കട്ട് ഓഫ് 43.33 ആയിരുന്നു, മാക്സിമം മാർക്ക് 55 ആയിരുന്നു. ഓക്കെ, അപ്പോൾ എക്സാമിന് എന്താണ് കട്ട് ഓഫ് ഒന്നും ഒത്തിരി കയറുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ടോട്ടൽ ഇതുവരെ പോയിരിക്കുന്നത് 16 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ മെയിൻ ലിസ്റ്റ് 90 പേരുടെ മെയിൻ ലിസ്റ്റ് ഉള്ള ഒരു 90 പേരുള്ള മെയിൻ ലിസ്റ്റ് ഉള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് PSC നിലവിൽ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ PSCയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത്, അതായത് PSC എല്ലാ കാര്യങ്ങളും സ്പീഡ് ആക്കിയിട്ടുണ്ട്. പഴയ ഒരു പാറ്റേണിലല്ല PSC എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് അധികം സമയമൊന്നും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ കിട്ടത്തില്ല, ഇരിപ്പിലായിരിക്കും. എക്സാം ഡേറ്റ് കൂടെ അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത വർഷം ആദ്യം കലണ്ടർ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഏത് സമയത്ത് എക്സാം ഡേറ്റ് കാണുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അധിക സമയം നമുക്കില്ല. ഇപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് നേരത്തെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. നല്ല മാസ്റ്റർ സിലബസ് ആണ്, പക്ഷെ നമ്മൾ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങിയാൽ അത് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഒരു സിലബസും
ഓൾറെഡി നമുക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് വലിയ ചേഞ്ചസ് ഒന്നും വരുമെന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. വളരെ കുറച്ച് ക്ലാസ്സുകളേ ആയിട്ടുള്ളൂ. നിങ്ങൾക്കും എന്താണ് ആ ഒരു ലോങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അധികം വൈകാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളെല്ലാം നമുക്ക് ടോപ്പ് റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്കും നമ്മളോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കുകൾ നേടാൻ വേണ്ടി എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ബാക്കി അപ്ഡേറ്റുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ തന്നെ തുടങ്ങാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.